ഹായ്, നമുക്കിന്നൊരു ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തി ഉണ്ടാക്കിയാലോ. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ചെറിയൊരു ഡിഫറൻസ് അങ്ങനെയായിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളിയും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് ഒന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് നമ്മൾ ഉണക്കച്ചെമ്മീൻ ഒന്ന് കഴുകി നന്നായി കഴുകണം. അതിൽ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കഴുകിയിട്ട് വാര വയ്ക്കാം. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് എണ്ണയിൽ ഇതാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എണ്ണ ഒരുവിധം എണ്ണ ഉള്ളിയിലും ഇതിലൊക്കെ ഒന്ന് സോട്ടായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിന് ചൂടാക്കിയാണ് എടുക്കേണ്ടത് ഉണക്കച്ചെമ്മീനെ. അത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായി ഒന്ന് സോട്ടായി കിട്ടണം. ഒരു ഇത്തിരി ടൈം എടുക്കും അത്. അങ്ങനെ സോട്ടാക്കിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ തേങ്ങ നേരിട്ട് മിക്സിയിലാണ് ഇടാറ്. പകരം നമുക്ക് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയല്ല, നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇതിലിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മുക്കാൽ തേങ്ങയുടെ തേങ്ങ ചിരകിയതാണിത്. അപ്പോൾ അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം ചേർക്കരുത്. നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ചമ്മന്തിയാണിത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ഇതുപോലെയുള്ള റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.